ഹലോ. ഈ വീഡിയോയിൽ ഷോൾഡർ ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഡ്രസ്സാണേ. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മെറ്റീരിയൽ ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതായിരുന്നേ. ഇതിൻ്റെ 2 പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെറ്റീരിയൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വി കോളർ ടൈപ്പ് വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണേ. ഇത് യോക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സെയിം കട്ടിങ് വെച്ചിട്ട് ഫ്രോക്കായിട്ടും ചെയ്യാം, നൈറ്റി ഫ്രോക്കായിട്ടും, പിന്നെ അല്ലാതെ നോർമൽ ഡ്രസ്സൊക്കെ ആയിട്ടും ഒക്കെ തന്നെ ഈ സെയിം കട്ടിങ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് യോക്കിൻ്റെ ഭാഗം 14 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 15 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചോ തയ്യൽ തുമ്പായിട്ട് ഇടണം കേട്ടോ. ഇനി മേളിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആം ഹോളും നമ്മുടെ ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണേ. അവിടുന്ന് താഴേക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോൾ എനിക്ക് വരുന്നത് 7 ഇഞ്ചാണ്. എൻ്റെ ആം ഹോൾ റൗണ്ട് വരുന്നത് 14ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ആ 7 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. അവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂടെ 4 ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ 4ആയിട്ടാണ് ഫാബ്രിക് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത് അതും കൂടെ പ്ലസ് ചെയ്തെടുക്കണം. എൻ്റേത് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 4 ഡിവൈഡ് ചെയ്തിട്ട് 1.5 ഇഞ്ച് ആഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം 7.5 വരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 9ആണ് എടുത്തേക്കുന്നത് അവിടെ അളവ്. ഇനി നമുക്ക് താഴെ യോക്കിൻ്റെ താഴ്വശം മാർക്ക് ചെയ്തെടുക്കാം. അത് നമ്മുടെ വേസ്റ്റാണേ. അപ്പോൾ 23ആണ് എൻ്റെ വേസ്റ്റ് അളവ്. അതും സെയിം ഇതുപോലെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തെടുക്കണം. 5.25 എൻ്റെ വരുന്നത്. അപ്പം 5.25ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 7.5 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അത് തമ്മിൽ ആ 2 പോയിൻ്റ് തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം നമുക്കിനി അടുത്ത നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് സ്ക്വയർ നെക്കാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇറക്കം വരുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഇറക്കത്തിൽ അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുക്കാം. സെയിം ലെങ്ത്ത് 4 ഇഞ്ച് തന്നെ നമുക്കവിടെ വിഡ്ത്തായിട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് അത്ര ഒരു ഗ്യാപ്പ് വേണ്ട നെക്കിൻ്റെ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അര ഇഞ്ചും കൂടെ കുറച്ചിട്ട് 3.5 ഇഞ്ചാണ് കൊടുത്തത്. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിനി ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിൻ്റെ അവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ കുർത്തിയിലൊക്കെ വരയ്ക്കുന്ന പോലെ കർവ് ചെയ്ത് വരയ്ക്കേണ്ട. നമ്മുടെ ഈ 4 ഇഞ്ചും 3 ഇഞ്ചും നമ്മൾ നെക്കിൽ മാർക്ക് ചെയ്ത ബോക്സ് പോലെ വരച്ചില്ലേ, അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് ആം ഹോളിന് ഇട്ടേക്കുന്ന ആ പോയിൻ്റ് വരെയൊക്കെ ഇങ്ങനെ ചരിച്ചൊരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പം താഴെ ഇത് ശ്രദ്ധിച്ച് നോക്കി കട്ട് ചെയ്യാം കേട്ടോ. താഴേന്ന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് നമ്മുടെ സ്ലീവിൻ്റെ അവിടം വിട്ടിട്ട് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്കിനി ബോട്ടം പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ വേസ്റ്റ് അളവ് സെയിം തന്നെ താഴെ ബോട്ടം പാർട്ടിനേക്കുള്ളതിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. കാര്യം താഴെ ഫ്രില്ലിട്ടാണ് എടുക്കുന്നത്. അപ്പം എത്ര വേണമെന്നൊന്ന് നമുക്ക് അളവെടുത്ത് നോക്കാം. ഇവിടെ ലെങ്ത്ത് എടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ യോക്കിന്ന് ഈ ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്ക് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അതുമല്ല ഫ്രില്ല് വെക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രില്ലിൻ്റെ എത്രയാണോ നമ്മൾ ഇഞ്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലെങ്ത്ത് എത്രയാണോ അതും കൂടെ കുറച്ചിട്ട് വേണം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. എനിക്ക് ഈ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് 42 വേണമെന്നാണ്. അപ്പം യോക്കിന് ഞാൻ ഓൾറെഡി 14 ഇഞ്ച് എടുത്തല്ലോ. 42ൽ നിന്ന് 14 മൈനസ് ചെയ്ത് ആ എമൗണ്ടിൽ നിന്ന് വേണം നമ്മൾ ഫ്രില്ലിന് എത്രയാണോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 5 ഇഞ്ച് വരുന്ന ഫ്രില്ലാണ് വീതി വരുന്നത്. അപ്പം ആ 5 ഇഞ്ചും കൂടെ കുറച്ചിട്ട് അപ്പം നമുക്ക് 23ആണ് അവിടെ കിട്ടുന്നത്. അപ്പം ആ സെയിം അളവിലാണ് ഞാൻ താഴത്തെ ബോട്ടം പാർട്ട് അളന്നെടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന പീസുകളെല്ലാം നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. 5 ഇഞ്ച് വെച്ചിട്ട് എത്രത്തോളം പീസുകൾ കിട്ടാവോ അത്രത്തോളം പീസുകൾ നമ്മൾ ബാക്കി എടുക്കുകയാണ്. സ്ലീവിൻ്റെ പോർഷൻ മാറ്റിയിട്ട് കേട്ടോ. എത്രയാണോ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു
2 അല്ലെങ്കിൽ 4 എക്സ്ട്രാ എടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഞാനിവിടെ ഷോർട്ടായിട്ടുള്ള സ്ലീവാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരിയൂടെ നമുക്ക് എൽബോയിലൊക്കെ നിൽക്കുന്ന രീതിയിൽ ആയിട്ടുള്ള സ്ലീവാണ് നോക്കുന്നതെങ്കിൽ ലെങ്ത്ത് കുറച്ചും കൂടെ വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ 2 മീറ്റർ ഫാബ്രിക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്നത്രയും ഒരു ചെറിയ സ്ലീവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ദേ ബാക്കി വന്ന പീസിൽ ഞാൻ ദേ മടക്കി ഇട്ടിട്ടുണ്ട്. 2 പീസായിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നിൻ്റെ പുറത്ത് ഒന്ന് ദേ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ സൈഡാണ് ഫോൾഡ് വരുന്നത്. ഈ ഫോൾഡിങ് ഉള്ള ഏരിയയാണ് നമ്മുടെ ലെങ്ത്ത് എടുക്കുന്നത്. അവിടേക്ക് ഞാൻ ഒരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ലെങ്ത്തിൽ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഈ 10 ഇഞ്ച് മതിയാക്കില്ല, ഒരു 14 എങ്കിലും 14 16 ലെങ്ത്തിൽ എടുക്കണം കേട്ടോ. കാര്യം നമ്മുടെ ഷോൾഡറിലേക്ക് പകുതി സ്ലീവിൻ്റെ പകുതിയും കയറി പോവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തയ്ച്ചിരിക്കുന്നത് ചെറിയ സ്ലീവാണ്. 10 എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ സ്ലീവാണ് എനിക്ക് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് ഞാൻ 13 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി അതെങ്ങനെയാണ് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മുടെ ബോഡി പാർട്ടിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്ന് പറയാവേ. നമ്മുടെ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന യോക്ക് പാർട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ ഫോൾഡ് ചെയ്ത് തന്നെ എടുത്തിട്ട് ഈ ഓപ്പൺ വരുന്ന 2 സൈഡിൽ അവിടേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റ് ആ സെയിം അളവ് എവിടെയാണോ വരുന്നത് അവിടേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നെക്കിന് അവിടെ എടുത്തിരിക്കുന്ന 4 4ൻ്റെ ഇരട്ടി ഇവിടെ കിട്ടണം. അതായത് 8ന് കൂടുതൽ ഇവിടെ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള അളവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ ലൈനില്ലേ, ആ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി യോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, യോക്കിൻ്റെ നെക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 4 എവിടെയാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ആയിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി അകത്തേക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡും നമ്മൾ ഫ്രണ്ടും ബാക്കും സെയിം ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 സൈഡ് നെക്ക് വരുന്നിടത്ത് ചെറിയ 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയെടുക്കണം. അതേപോലെ തന്നെ സ്ലീവിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് കയറ്റിയിടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലീവിൽ ആദ്യമേ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഇലാസ്റ്റിക് കയറുന്ന വീതിയിൽ ഒന്നും കൂടെ മടക്കി അടിച്ചെടുക്കണം. അത് 2 സൈഡിലും അടിക്കണം. ഷോൾഡറിൻ്റെ ഭാഗം പോകുന്നിടത്തും വേണം, നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും ആയിട്ട്, അതായത് 2 സൈഡിലും അടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യോക്ക് പാർട്ടിൽ ഇനി നമുക്ക് ആ ഷോൾഡർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ കട്ടായിട്ട് സ്ലൈഡായിട്ട് കട്ട് ചെയ്തില്ലേ, അവിടേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ദേ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. പിന്നെ ഇപ്പുറത്തെ സ്ലീവിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ബാക്ക് പാർട്ടിൽ പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കണം. അങ്ങനെ 2 സൈഡും അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഇലാസ്റ്റിക് ഇട്ടെടുക്കണം. അത് ഇലാസ്റ്റിക് അടിക്കുമ്പോൾ കെട്ടിട്ടടിക്കണേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഈ 2 പാർട്ടും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല വശം ചേർത്ത് വെച്ചാണ് അടിക്കുന്നത്. ഇങ്ങനെ നല്ല വശം താഴെ ബോട്ടം വരുന്നതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ഈ യോക്കിൻ്റെ പാർട്ട് ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ കൊടുത്തെടുക്കണം. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് ഷേപ്പിനനുസരിച്ച് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് അത് ആ ഒരു വീതിയിൽ നമുക്ക് മൊത്തം താഴെ വരെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. താഴെ വരെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്രില്ലിട്ടെടുത്തത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അതും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് നമ്മുടെ ഈ സ്ലീവിൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പോൾ അതൊന്ന് ഒന്നും കൂടെ നോക്കി, ഇല്ലെങ്കിൽ പേപ്പറിലൊക്കെ കട്ട് ചെയ്തിട്ട് പാറ്റേണൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് തുണിയിലേക്ക് വെച്ച് ട്രേസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ.